എല്ലാവർക്കും ടെക്ലൈ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മൾ ഇറങ്ങാൻ പോകുന്ന നത്തിങ് ഫോൺ 3യുടെ ലീക്സിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ജൂലൈ 1 തീയതിയാണ് നമുക്ക് ലോഞ്ച് ആവുന്നത്. ലണ്ടനിൽ വെച്ചാണ് ലോഞ്ച് ആവുന്നത്. സോ അതിന്റെ കുറച്ച് ലീക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ ഈ മേളിൽ കാണുന്ന സ്മാർട്ട് ഫോൺ ആണ് നത്തിങ് ഫോൺ 3. നേരത്തെ പോലെ ഒന്നല്ല, പുറകിലെ ഗ്ലിഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മേട്രിക്സ് ഡിസ്പ്ലേ ആണ് വരുന്നത് മേളിലായിട്ട്. പിന്നെ ക്യാമറ നോക്കുമ്പോൾ പല സ്ഥലത്തൊക്കെയാണ് ക്യാമറ ഇരിക്കുന്നത്. കറക്റ്റ് അറേഞ്ചൊന്നും അല്ല, അങ്ങനത്തെ ഒരു ഡിസൈനാണ്, പുതിയൊരു ഡിസൈനാണ് വന്നേക്കണത്. ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ക്യാമറ ഇവിടെ, ഒരു ക്യാമറ അവിടെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു അറേഞ്ചർ അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു വെറൈറ്റി ആണെന്നുള്ളേ ഉള്ളൂ. ഡിസൈനൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ റെഡ് LED ഒക്കെ വരുന്നത് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ബാക്ക് ആയിരിക്കും, പിന്നെ മെറ്റൽ ഫ്രെയിം ആയിരിക്കും. കാരണം ഇവർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രൂ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യത്തെ ട്രൂ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നാണ് കാൽപി എണ്ണം പറഞ്ഞത്. IP69 റേറ്റിംഗ് എന്തായാലും വരുമായിരിക്കും. കാരണം ഒക്കെ IP69 കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ആയതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് IP69. ഡിസ്പ്ലേ നമ്മൾ പറയുകയാണെങ്കിൽ 6.7 ഒരു 1.5K 120 Hz ഫ്ലാറ്റ് LTPO ആമറോഡ് ആയിരിക്കും വരാൻ പോകുന്ന. HD10+ സപ്പോർട്ടും കാര്യങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഒരു 3000 nits അടുത്ത് എന്തായാലും ബ്രൈറ്റ്നസ് കാണും. സോ ടോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഓഡിയോ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഞാൻ പറയത്തില്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ. കാരണം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ്. ഇതൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് അല്ല. നിങ്ങൾ ട്രൂ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും സ്നാപ്ഡ്രാഗന്റെ 8 Elite ആയിരുന്നു വെക്കേണ്ടത്. കാരണം ആ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടാണ് വരാൻ പോണേ. സോ ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി പാടാണ് മറ്റു ഫോണായിട്ട് കമ്പീറ്റ് ചെയ്യാനായിട്ട് 8S Gen 4 വെച്ചിട്ട്. എന്നാലും പെർഫോമൻസ് കുഴപ്പമില്ല. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണ്. പക്ഷെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി പുറകോട്ട് പോകും. അതിന്റെ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം. അതിന്റെ പെർഫോമൻസ് 2 മില്യൺ അടുത്ത് സ്കോർ എന്തായാലും ചെയ്യുന്നുണ്ട്. CPU 4,75,806, GP 8,81,310 വരാൻ പോകുന്നത് ആവറേജ് ആയിട്ട്. അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നത്തിങ് OSന്റെ പുതിയ വെർഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് 15 ആണോ 16 ആണോ എന്ന് സംശയമുണ്ട്. ഇതിന്റെ നമ്മുടെ ഗിഗ് ബഞ്ചിൽ സ്കോർ വന്നായിരുന്നു. അപ്പൊ അതിൽ ആൻഡ്രോയിഡ് 15 ആണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഫോൺ വരുവാണെങ്കിൽ ചിലപ്പോൾ 16 ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ നല്ല അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് നത്തിങ്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. എക്സാക്ട് സെൻസറോ അല്ലെങ്കിൽ ആപ്പച്ചറിന്റെ കാര്യത്തൊന്നും നമുക്ക് ലീക്സ് വന്നിട്ടില്ല. പക്ഷെ എത്ര മെഗാ പിക്സൽ സെൻസറാണ് ഉപയോഗിക്കുന്നതൊക്കെ ലീക്ക് വന്നിട്ടുണ്ട്. ബാക്കിലെ 3 ക്യാമറയും 50 മെഗാ പിക്സൽ സെൻസർ ആയിരിക്കും. നമുക്ക് ഇന്നൊരു രണ്ടാമത്തെ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു 50 മെഗാ പിക്സലിന്റെ 3x പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ ബാക്കിൽ ഞാൻ പറഞ്ഞാൽ 3 ക്യാമറ, പ്രൈമറി 50 മെഗാ പിക്സൽ, സെക്കൻഡ് 50 മെഗാ പിക്സൽ 3x പെരിസ്കോപ്പ്, തേർഡ് 50 മെഗാ പിക്സൽ അൾട്രാവൈഡ്, ഒരു 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. എല്ലാ ക്യാമറയും നമുക്ക് 4K 60 നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും. സോ നല്ല ക്യാമറ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സോ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് കിട്ടും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം അത്രയും പ്രൈസി ആണ്, അതുകൊണ്ട് തന്നെ ഇത്രയും ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ ലീക്സ് ആണ് 5300 mAh ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് സിലിക്കൺ കാർബൺ ടെക്നോളജി ഒന്നും അല്ല വരുന്നത്. 65 വാട്ടിന്റെ ചാർജർ ആയിരിക്കും വരാൻ പോകുന്നത്. ബോക്സിൽ കിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിക്കാൻ അറിയില്ല. 25 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കാണും. ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5300 ടുഡേ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ കുറവാണ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ എല്ലാം മോസ്റ്റ്ലി 6000 mAh അടുത്തൊക്കെയാണ് വരാൻ പോകുന്നത്. അന്നതൊക്കെ സിലിക്കൺ കാർബൺ ടെക്നോളജി ഒക്കെ വെച്ചിട്ട്. ഇവിടെ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാലും സാധാരണ ലിഥിയം അയൺ തന്നെയാണ് ഉപയോഗിക്കുന്നതാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G, Wi-Fi 6E, Bluetooth 5.4, NFC എന്തായാലും കാണും. USB Type-C 3.2 Gen 1 വരുവാണെങ്കിൽ നല്ലത്, എക്സ്പെക്റ്റഡ് ആണ്. ഇതൊക്കെയാണ് കണക്ടിവിറ്റി കാര്യത്തിൽ. പ്രൈസ് ഓൾറെഡി ചെറുതായിട്ട് പുള്ളി പറഞ്ഞായിരുന്നു കേട്ടോ. 800 pounds എന്നാണ് പുള്ളി പറഞ്ഞത്. കാർട്ടർ എണ്ണം പറഞ്ഞത് 800 pounds ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ അവിടത്തെ കറക്റ്റ് പ്രൈസ് ഇന്ത്യയിൽ എന്തായാലും വരാൻ പോകുന്നില്ല. നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50,000-ന്റെയും 60,000-ന്റെ ഇടയിലായിരിക്കും വരാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ച് ഇച്ചിരി പാടാണ് ഫോൺ സെല്ല് ചെയ്യാനായിട്ട്. കാരണം അവിടെ OnePlus 13 ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് OnePlus 13, എന്നാൽ പോലും iQOO 13 ഉണ്ട്. OnePlusന്റെ 13S ഉണ്ട് നിങ്ങൾക്ക് കോമ്പാക്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ വിവോയുടെ X200 FE വരുന്നുണ്ട്, നല്ല ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ. സോ ഇതൊക്കെ വരുന്നൊരു പ്രൈസ് റേഞ്ച് ആണ് ഇത്. സോ ആ പ്രൈസ് റേഞ്ചിൽ നല്ല പെർഫോമൻസും നല്ല ഡിസ്പ്ലേയും നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല ബാറ്ററി നല്ല ക്യാമറ കൊടുത്താലാണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പെർഫോമൻസ് ലാബിന്റെ വിട്ടേക്ക്, കാരണം അതിൽ ഓൾറെഡി നമുക്ക് അറിയാം
8s Gen 4 ആണ് വരുന്നത് എന്നുള്ളത്. ഇത് ഇച്ചിരി മോശമായിപ്പോയി. ഈ പ്രൈസിന് ശരിക്കും പറഞ്ഞാൽ 880 കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. സോ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്മാർട്ട് ഫോൺ ഇറങ്ങി റിവ്യൂ ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്, ക്യാമറയുടെ കാര്യത്തിലും ബാറ്ററി കാര്യത്തിലൊക്കെ. സോ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. നെക്സ്റ്റ് വീഡിയോ കാണാം.